പ്രിയ, മാരേജിന് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? എന്ത് നല്ല ഫ്ലോയിലായിരുന്നു ഞാൻ. അത് കൊളാക്കിയില്ലേ. എന്ത് ഫ്ലോ? ലവ് ഫ്ലോ. എന്ത്? ചരൺ സാർ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്ന് പറ. അയാളുടെ പേരിപ്പൊ എന്തിനാ പറഞ്ഞേ? ഇപ്പൊ കേറി വരില്ലേ? ഹലോ, ഇതെന്താ പാർക്കോ അതോ തിയേറ്ററോ? വന്നല്ലോ. ഇഷ്ടമുള്ളപ്പോ വരുന്നത് എന്താടാ? സീത ഇവിടുന്ന് പെർമിഷൻ എടുത്തിട്ടാ പോയത്. നിനക്കെന്താ അതൊന്നും ബാധകമല്ലേ? ഓഫീസിൽ എന്നെ എപ്പോഴും ഒരാളുണ്ടെന്നുള്ള സെൻസ് വേണ്ട നിനക്ക്. സാറ് അത് ബോസിനൊരു ഫയൽ കൊടുക്കാൻ പോയതാണെന്ന് പറ. സീത, എന്താ ഒരു കുശു? സർ, ബോസ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ആ കാര്യം ബോസാണോ നിന്നോട് പറഞ്ഞത്? എന്താ കേട്ടില്ലേ? എടാ, നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ ഫോൺ എടുത്ത് ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. മോനെ, പ്ലീസ് കം ആൻഡ് സേവ് മീ ഫാസ്റ്റ്. ആൻസർ മീ. നീ എവിടെ പോയിരുന്നാ? ബോസ്. നീ ബോസ് എന്ന് പറയുമ്പോ ഞാൻ പേടിച്ചരണ്ടിട്ട് നിന്നോടെല്ലാം ഞാൻ ക്ഷമിക്കുന്നു കരുതിയോ? നോ വേ, ചാൻസേ ഇല്ല. അതല്ല ബോസ്, പുറകിലെ ബോസ്. Sharan, please carry on with your work. Ram, come and see me in my cabin right now. ഓക്കെ ബോസ്. എപ്പോ നോക്കിയാലും ബോസ് കറക്റ്റ് സമയത്ത് വന്ന് ഇവനെ രക്ഷിക്കും. എവിടെ പോകാനാ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും എന്റെ കൈ വന്ന് പെടൂരിക്കല്. Come and see me in my cabin right now. എന്ന് ഒരു പ്രാവശ്യം എന്നോടൊന്ന് പറയാൻ പാടില്ലേ? സീത, എന്റെ ദേവതയാണോ മോളെ നീ? അതിപ്പോ ചരണ്ടി സാർ കണ്ട തീർന്നു. ആര് വേണേലും വന്നോട്ടെ, നീ എന്റെ ദേവത. എന്തു പറ്റിയടി നിനക്ക്? ആ ടിഫിൻ ബോക്സ് എനിക്ക് എത്ര വലിയ ഉപകാരമാണെന്ന് നിനക്ക് അറിയാമോ? സാരമില്ല, ഇവിടെ കാലിയാക്കില്ലോ അല്ലേ? ടിഫിൻ ബോക്സ് എവിടെ? റാം, ടിഫിൻ ബോക്സ് തരുവോ? എല്ലാം നീ തന്നെ തീർത്താൽ അങ്ങനെ എനിക്കെന്താ? ബോസ് നിന്നെ വിളിച്ചിരുന്നല്ലോ. ജോലി തിരക്കിൽ അത് മറന്നുപോയോ നീ? അത് പിന്നെ ബോസ് വിളിക്കുന്നുണ്ടല്ലോ, വന്നിട്ട് തരാം. ശരി, വന്നിട്ട് തരണേ. പ്രിയ, ബോക്സ് ഇതാ. ബോസിന്റെ അടുത്തുണ്ട്. ബോസിന്റെ അടുത്തോ? അയാൾക്ക് എന്തിനാ അത്? അതൊരു വലിയ കഥയാ മോളെ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ദേവത എന്ന് പറയുന്നേ. അവർക്കത് എന്തിനാടി കൊടുത്തത്? ഞാനിപ്പോ പോയി എടുത്തോണ്ട് വരാം. ഹേ വേണ്ട, ഇത് മേടിക്കാൻ പോയാ ഇനി ചീത്ത കേൾക്കേണ്ടി വരും. പിന്നെ മതിയത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പോയി കാണാനൊരു ചാൻസ് ആയി. ബോക്സ് അവിടെ മറന്നില്ല. എന്ത് മണ്ടത്തരവ് കാണിച്ചേ. ആ ബോക്സ് മുത്തശ്ശൻ കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ സീതയോട് പറയും? എന്താ ഭഗവാൻ ഇപ്പൊ ചെയ്യാ? അശോക വാ. എടാ എന്തിനാ? എങ്ങോട്ടാ? എടാ എങ്ങോട്ടാ? എനിക്ക് ഇമ്പോർട്ടന്റ് മെയിൽ അയക്കാനുണ്ടാ. വന്ന് നീ ഇപ്പൊ ഹോളിവുഡ് ഹീറോ പോലായടാ. നോക്കുമ്പോ അല്ല, ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട്. അല്ല, ആരെങ്കിലും സ്വന്തം ഓഫീസിൽ നിന്ന് ബാക്ക് ഡോർ വഴി ഒളിച്ച് എസ്കേപ്പ് ആവാറുണ്ടോ? നീ ആ കമ്പനിയുടെ ബോസാ, മറന്നുപോയോ? ആദ്യം ലഞ്ച് ബോക്സ്, അത് കഴിഞ്ഞ് മതി ബോസ്. ലഞ്ച് ബോക്സാ? അല്ലെങ്കിൽ അത് കൊണ്ടു കളഞ്ഞതിന് മറുപടി പറയേണ്ടി വരും. എന്തൊക്കെയാടാ പറയുന്നത്? ഈ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അല്ല, ഇതിപ്പോ നിന്നോട് കാരണം ആരാ ചോദിക്കാനാ? ആ കമ്പനിയിൽ അത്ര വലിയ ബോസ് ആരാ? സീതയെ കുറിച്ചായി പറഞ്ഞത്. ഓഫീസിൽ ഇറങ്ങുന്നതിന് മുമ്പ് ലഞ്ച് ബോക്സ് തന്നിട്ടേ പോകാവൂന്നാ പറഞ്ഞേക്കുന്നേ. എവിടെ നിന്നെടുത്ത് കൊടുക്കും? അത് മുത്തശ്ശൻ കൊണ്ടുപോയില്ലേ? സൂരി പാത്രക്കള്ളനാണെന്നോ? കള്ളം തന്നെയാ. നോക്കിയേ, എടുത്തോണ്ട് പോയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചേക്കുന്നു. അല്ല മോനെ, ഒരു ടിഫിൻ ബോക്സിന് വേണ്ടി നീ ടോം ക്രൂസ് ആവുകയാണോ?
സഹസ്ര കോടിയുടെ ബിസിനസ്സുകൾ ചെയ്യുന്ന ശ്രീരാമൻ ഒരു ടിഫിൻ ബോക്സ് തേടുന്നു. സ്വന്തം ഓഫീസിന്റെ ബാക്ക് ഡോർ വഴി ഒളിച്ചു വന്നതാ. അത് എന്നെ കൂട്ടിക്കൊണ്ട്. നാട്ടുകാരെ കേൾക്കൂ. അടങ്ങിയിരിക്കും അവിടെ, അല്ലെങ്കിൽ തന്നെ ടെൻഷനാ. എടാ, ഈ ബാഗ് നിന്റെ അടുത്ത് എങ്ങനെ വന്നു? ഇതാ, ഇത് പ്രിയയുടെയാ. പ്രിയയുടെയോ? ഉച്ചയ്ക്ക് തന്നതാ. അതിലെ കറിയൊക്കെ സൂപ്പർ ആയിരുന്നടാ. എന്തോന്നുണ്ടായിരുന്നല്ലോ. രാജ്മ കറി കിഡിലായിരുന്നു. ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം, നിന്റെ ലൈഫിൽ അങ്ങനെ ഒരു രാജ്മ കറി നീ കൂട്ടിയിട്ടുണ്ടാവൂല. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് കഴിച്ചു. എടാ മണ്ടൻ ഗുണാപ്പാ, അത് പ്രിയ ഉണ്ടാക്കിയതല്ല, സീത ഉണ്ടാക്കിയത് പ്രിയക്ക് കൊടുത്തു വിട്ടതാ. പ്രിയ അത് നിനക്ക് തന്നേ ഉള്ളൂ. അതെയോ? അവള് സർപ്രൈസ് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സൂക്ഷിക്കണമായിരുന്നു. പേടിയാവുന്നല്ലോ. നീ എന്ത് ടൈപ്പ് ബോസാടാ? ഒരു പാത്രം കണ്ടാണോ നീ പേടിക്കുന്നേ? എനിക്കത്ര കുഴപ്പമില്ല. നീയോ പാത്രം കളഞ്ഞിട്ടാ വന്നത്. നടന്നു പോകുന്നവനെ കടക്കാരനാക്കുന്ന കച്ചവടം, മാസ്മരികത അറിയാതെ സുഖഭോഗങ്ങളിൽ തിരിഞ്ഞു നോക്കാനാവാതെ മോഹങ്ങളും സ്വപ്നങ്ങളും ഉയർന്ന മൺ കൂമ്പാരത്തിന് ഉച്ചിയിൽ ചെന്നുലയുന്നു. നീയും അങ്ങനെയാ. തിരിഞ്ഞു നോക്കാനാവാതെ മോഹങ്ങളും സ്വപ്നങ്ങളും മൺകൂമ്പാരത്തിൽ ഉലയുകയാ. അയ്യോ, ഞാൻ കവിതയിലൊക്കെ ഭയങ്കര വീക്കാ മോനെ. ഇതിന്റെ അർത്ഥം ഡയറക്റ്റ് സൂര്യോട് തന്നെ ചോദിക്കണം. പറ സൂരി. അയ്യോ, ഇവന് വേണ്ടത് കവിതയുടെ അർത്ഥമല്ലടാ മോനെ, ടിഫിൻ ബോക്സ് ആടാ. സൂപ്പറാ സൂരി, നീ ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടന്നല്ലോ. WWE തുടങ്ങുന്നു. 1 2 3 സ്റ്റാർട്ട്. ഡാ വായടക്കടാ. മുത്തശ്ശ അതിങ്ങ തന്നെ. എന്തടാ മോനെ? മുത്തശ്ശ എന്തടാ കൂട്ടാ? എന്റെ ബോക്സ് എവിടെ? സൂരി, കുറേ നേരമായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഡാ നീ ആരുടെ കൂടെയാ? നിന്റെ കൂടെ ഉള്ളപ്പോ നിന്റെ ടീമിൽ, സൂര്യയുടെ കൂടെ ഉള്ളപ്പോ സൂര്യയുടെ ടീമിൽ. അയ്യോ, നീയാണോ മോനെ യഥാർത്ഥ സുഹൃത്ത്? ഐ ലവ് യു. ലവ് യു ടു. മുത്തശ്ശ ആദ്യം ബോക്സ് തന്നെ. എന്തിനാ എടുത്തോണ്ട് പോയത്? എന്റെ മോന് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ സൂര്യക്ക അല്ലടാ. അതെ 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 അതെ. ഞാൻ ഓഫീസിൽ നിന്ന് ഇപ്പൊ പാഞ്ഞു വന്നതേ ബോക്സിന് വേണ്ടിയാ. മര്യാദക്ക് എന്റെ ബോക്സ് തന്നെ. ഒരു ബോക്സിന്റെ കാര്യത്തിൽ ഇത്ര പേടിക്കുന്ന എന്തിനാടാ? സൂരി, ബോക്സിനെ അല്ല, ബോക്സിന്റെ ഓണറിനെ. ഈ കാര്യത്തിലെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടല്ലോ പ്രഭുവിന്. മുത്തശ്ശ എവിടെയാ വെച്ചെന്ന് ഒന്ന് പറ മുത്തശ്ശ. എന്തിനാ? ചോറ്റുപാത്രം കൊണ്ട് എന്ത് ചെയ്യാനാടാ? വേറെന്ത് ചെയ്യാനാ? അതെനിക്ക് തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. കൊടുത്തില്ലെങ്കിലോ? ഇവിടെ സംസാരിക്കേ. ആരുടെ ഫോണാ? പേഴ്സണൽ കോളാ. ടിഫിൻ ബോക്സ്. സംസാരിക്കേ. മുത്തശ്ശ അതേ കളിക്കല്ലേ. ലൗഡ് സ്പീക്കർ ആക്കടാ. നിന്റെ സ്നേഹം ഒരു വട്ടം കണ്ടിട്ടേ കളിയാക്കുന്നത് നിർത്താതിരിക്കാം. അതല്ലേ അതിന്റെ ശരി. അശോക, പക്ക പക്ക. ശരി. ഹലോ. ഹലോ റാം, എവിടെയുള്ളത്? നീ തിരിച്ച് ഡെസ്കിലേക്ക് എന്താ വരാഞ്ഞേ? ഞാൻ അപ്പത്തോട്ട് കാത്തിരിക്കല്ലേ നിന്നെ. ഞാൻ ദേ പോകാൻ പോവാ. നീ ഇതിപ്പോ എവിടെയാ? അല്ല ഞാന് ഇല്ല, ബോസിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വന്നാ. വരുമല്ലോ അല്ലേ? ഇനിയൊരു 5-10 മിനിറ്റ്സ് ഞാൻ ഇവിടെ കാത്തിരിക്കാം. ലഞ്ച് ബോക്സ് കൊണ്ടുവരണേ. ബോക്സ് ഞാൻ നാളെ കൊണ്ടുതരാം. നാളെയോ? അത് ബോസിന്റെ അടുത്ത് ഞാനൊരു മീറ്റിങ്ങിന് വന്നില്ലേ, ബോക്സ് അവിടെ വെച്ച് മറന്നുപോയി. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ലഞ്ച് ബോക്സ് കളഞ്ഞു പോയെന്നോ? അയ്യോ, കളഞ്ഞു പോയില്ല, ജസ്റ്റ് മറന്നുപോയി. ബോക്സ് ഞാൻ നാളെ കൊണ്ടുവരാം. കുറച്ച് ശ്രദ്ധയോടൊക്കെ നോക്കണ്ടേ? ഇങ്ങനെ കെയർലെസ് ആയാൽ എങ്ങനെയാ? ഞാൻ തന്നെ അത് എങ്ങനെയൊക്കെയോ വാങ്ങിയതാ. എനിക്ക് നാളെ എന്തായാലും ലഞ്ച് ബോക്സ് വേണം. പ്ലീസ് മറന്നു പോവല്ലേ, കൊണ്ടുവരണേ. ഷോ. ഇനിയൊരു ബോക്സ് അശോക് സാറിന്റെ അടുത്താണത്രേ. അവരോട് ഇനി എങ്ങനെ ചോദിക്കാനാ? ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്തോ നടക്കുന്നുണ്ടല്ലോ. വേറെ കഥ. വേറെ കഥയോ?
നിങ്ങളെ രണ്ടുപേരും ആ കുട്ടി വറക്കൂലണ മോനെ. നന്നായി, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇനി എനിക്ക് ആ ബോക്സ് ഫോൺ കോൾ വരുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ തന്നിരുന്നേനെ. പക്ഷെ ഇപ്പോ നോ വേ, സാധ്യല്ല. മുത്തശ്ശ, നിന്നെ കൊണ്ട് കഴിയെങ്കിൽ എടുത്തോ. ഇത് എവിടെയുണ്ടോ? എല്ലാം ശരിക്കും കേട്ടോ? അത് മിസ് ചെയ്തില്ലല്ലോ അല്ലേ? മിസ്സായി പോയോ? വരട്ടെ. എന്തോ മിസ്സാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു. ഇനി ഞാൻ എന്തെങ്കിലും മിസ്സാക്കിയോ ചേച്ചിയോടൊന്ന് പറയണം. മുത്തശ്ശ അതെങ്ങനെ വെറുതെ കളിക്കല്ലേ? മര്യാദയ്ക്ക് എന്നെ ബോക്സ് തന്നെ പ്ലീസ്. രാമ, അൽപ്പടങ്ങ്. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ലടാ മോനെ. ബോക്സ് എവിടെ വച്ചത്? മുത്തശ്ശ, നിങ്ങളോട് എംപ്ലോയി സ്കീമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എംപ്ലോയി സ്കീമാ? ചോദിക്കടാ. അങ്ങനെയാണെങ്കിൽ ആദ്യം എനിക്ക് ആ ബോക്സ് നാളെ ഓർമ്മിപ്പിക്കുക. 2 പണിയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലോ മോനെ. സ്കീമിനെ കുറിച്ച് എന്ത് ചോദിച്ചില്ലേ, അത് പറഞ്ഞു തരാട്ടാ. സൂരി, ഞാൻ അവനെ പോലെ കടമയില്ലാത്തവനാന്ന് കരുതണ്ട. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് നോക്ക്. നീ ആ ഗസ്റ്റ് റൂമില് ലഗേജസ് ഒക്കെ എടുത്തു വെച്ചോ? എടുത്തു വെച്ചേക്കാം. അത് എടുത്തു വെക്കാൻ നോക്കണം ബെഞ്ചില്. ആ ശരി. ചേച്ചി 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 ചേച്ചി, റാമു അശോകും മുത്തശ്ശനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അവരെന്തോ ബോക്സ് സ്കീം അങ്ങനൊക്കെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ബോക്സ് സ്കീമോ? അശോക് അതെ, ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാ അകത്തോട്ട് പോയത്. ഫയർ ആക്സിഡന്റ് ഉണ്ടായതല്ലേ, ലോസ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് സ്കീമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നീ പൊക്കോ. ഇല്ല, എനിക്ക് ഇത് തന്നെ വേണം. എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, എന്റെ കൂടെ കളിക്കണ്ട, പൊക്കോ. നിനക്ക് ഇത്ര വലിയ സ്ഥലം കിട്ടിയ അത് ശരിയാവില്ലല്ലോ. കളി സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നിന്റെ അടുത്ത് ചോദിച്ചതല്ലേ, അപ്പൊ ആ വീട് വേണമെന്ന് നീ വാശി പിടിച്ചു. ഇപ്പൊ എന്റെ വീട് ചോദിക്കുന്നോ? അവിടെ നീ തന്നെ ഇരുന്നാ മതി. ശ്രേയസ് നോക്ക്, ബാഡ് ബോയ് ആവണ്ട. നീയാ ബാഡ് ബോയ്, അല്ല ബാഡ് ഗേൾ. സെൽഫിഷ് ആവരുത്. ആരാടാ ശരിക്കും സെൽഫിഷ്? വേറൊരാളുടെ വീട് തട്ടിയെടുക്കുന്നവരല്ലേ അവരാ സെൽഫിഷ്. ഞാൻ എന്റെ വീട് തരില്ല, പൊക്കോ. ഇല്ലെങ്കിൽ ഞാൻ ഇനി കളിക്കാനൊന്നും വരില്ല. വരണ്ട, പൊക്കോ. ഇത് എന്റെ വീടാ. ആ, പെൺകുട്ടികളൊക്കെ ഇത്രേ ഉള്ളൂ. തുടങ്ങിയല്ലോ നാടകം. കണ്ണീരൂട്ടി, കരച്ചിൽ കുട്ടി. ആരാടാ കരച്ചിൽ കുട്ടി എന്ന് പറഞ്ഞത്? കരച്ചിൽ കുട്ടി? കുട്ടിയാണോടാ ഞാൻ? ആണോ? വാ ഇവിടെ. എന്താ ഈ ചെയ്യുന്നേ? നോക്ക് ആന്റി, വെറുതെ എന്നെ തല്ലി. എടാ, നീ നുണ പറയരുത്. സീതമ്മ, ഇവനെ എന്റെ കൈ പിടിച്ചിട്ട് തള്ളിയത്. സിഹി, നുണ പറയാ സീതമ്മ. ഇവൻ എന്റെ വീട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കോ സീതമ്മ. ഞാൻ എന്റെ വീട് തരില്ല, പോയിക്കോ. മതി നിങ്ങൾ രണ്ടുപേരും കളിച്ചത്. ശ്രേയസ്, നീ വീട്ടിലേക്ക് പൊക്കോ. ഇങ്ങനെ രണ്ടാളൂടെ അടി കൂടാനാണെങ്കിൽ ഇനി കളിക്കേ വേണ്ട. സ്കൂളിൽ നിന്ന് വന്ന് അടങ്ങിയിരുന്നോ? ഞാൻ കച്ചറ കൂടിയില്ല സീതമ്മ. മൂർത്തി മുത്തശ്ശനും ഞാനും കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയപ്പോ അവന് വീട് വേണത്രേ. നമ്മുടെ വീട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ വീട് തന്നെയല്ലേ. നീയല്ലേ പറയാറുള്ളത് നമ്മുടെ വീട്ടില് ഞാൻ സേഫ് ആയിരിക്കുമെന്ന്. ഇവനെ കണ്ടോ? ഇവൻ എന്റെ വീട്ടിലേക്ക് വന്ന് കച്ചറ ഉണ്ടാക്കോ. ബാഡ് ബോയ്. ഞാനല്ല ബാഡ് ബോയ്, നീയാ കരച്ചിൽ കുട്ടി, കണ്ണീര് കുട്ടി. ഇവിടെ വാ. രണ്ടുപേർ കൂടി ഇങ്ങനെ അടി കൂടാനാണെങ്കിൽ ഇനി ഇവിടെ ആരും കളിക്കണ്ട. സ്കൂളിൽ നിന്ന് വന്ന് അവനവന്റെ വീട്ടിലിരുന്നാ മതി, കേട്ടോ? നിന്നോടും കൂടിയാ. ഞാൻ തെറ്റ് ചെയ്തില്ല സീതമ്മ. എന്റെ വീട് ഞാൻ ആർക്കും കൊടുക്കില്ല. നോക്കിത് എന്റെ വീടാ. കളിക്കുമ്പോ പോലും ഇവളിതൊന്നും വിട്ടുകൊടുക്കുന്നില്ല. ഇനി ശരിക്കുള്ള വീട് നഷ്ടമാവാൻ പോവാണെന്ന് ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്റെ വീടാ സീതമ്മ, എന്റെ വീടാ.
രാമ, എംപ്ലോയീസ് ബെനിഫിറ്റ് സ്കീം ഒരുപാടുണ്ട്. കൂടാതെ നമ്മുടെ കമ്പനിയിൽ ലോൺ ഫെസിലിറ്റീസും ഉണ്ട്. നീ എന്തിനെ കുറിച്ച് ചോദിക്കുന്നേ? ലോണൊന്നും വേണ്ട, അത് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടോ? ആർക്ക്? അത് അഡ്വാൻസ് സാലറി പോസിബിലിറ്റീസ് ഇല്ലേ മുത്തശ്ശ? അതില് നമ്മുടെ എംപ്ലോയീസിന് അവരുടെ സാലറിയേക്കാൾ കൂടുതൽ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ആർക്കാ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. നോക്ക് രാമ, നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവര് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ. അവർക്ക് അത്യാവശ്യമുള്ള സമയത്താണെങ്കിൽ അവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. ബട്ട് വൺ തിങ്, നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാ. ഷോ മുത്തശ്ശ, ജസ്റ്റ് നിനക്കൊന്ന് പറഞ്ഞു തരാം. അത് നിനക്ക് തീരെ അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. ബിസിനസ്സിൽ ഒരാൾക്ക് മാത്രം ഫേവേഴ്സും ചെയ്യരുത്. കമ്പനി റൂൾസിനെ നമ്മളും ഫോളോ ചെയ്തേ പറ്റൂ. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് നിനക്ക് പറഞ്ഞു തരാം, വി ആർ ഡൂയിങ് ബിസിനസ്. യെസ് മുത്തശ്ശ, ഐ വിൽ കീപ് ദിസ് ഇൻ മൈ മൈൻഡ്. ശരി, ഞാൻ കിടക്കാൻ പോവാ. ഓക്കെ. നമ്മുടെ രാമൻ ഇതൊക്കെ അറിഞ്ഞു വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതോ വിശേഷപ്പെട്ട വ്യക്തിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. എന്റെ സഹായം അർഹതപ്പെട്ട ആൾക്ക് വേണ്ടി തന്നെ ആയിരിക്കുന്നു വിശ്വാസം ഉണ്ടോ രാമാ? ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി ആരെങ്കിലും സംസാരിച്ചാൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്കൊപ്പം വേറൊരുത്തനെ കാണുകയാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുവോ? നിങ്ങൾക്ക് രുദ്രപ്രതാപിനെ ശരിക്കും അറിയില്ല. പറഞ്ഞത് തന്നെ പറഞ്ഞ് വെറുപ്പിക്കുവാണല്ലോ ഇവൻ. സീതയുടെ ലൈഫിൽ ഞാൻ തന്നെ രാമൻ, വേറെ ആർക്കും സ്ഥാനമില്ല. ഇപ്പോഴല്ലേ രുദ്രപ്രതാപാന്ന് പറഞ്ഞത്, പിന്നെ രാമൻ എങ്ങനെയാ? ഏയ്, ഞാൻ അവക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ആകും. എനിക്ക് സീതയെ കിട്ടിയേ തീരൂ. നിങ്ങൾ രണ്ടാളും ചേർന്ന് എനിക്ക് വാക്ക് തന്നാ അതോർത്തോ. ഏത് നശിച്ച നേരത്താണോ വാക്ക് കൊടുത്തത്? അവൾ എന്നോട് സംസാരിക്കുന്ന പോലുമില്ല. ഏതോ ഒരുത്തന്റെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ല. ആദ്യം അത് നീ മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ കാര്യം നീ മറന്നേക്ക്. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ അവളോട് സംസാരിച്ച് ഹലോ ഹലോ രുദ്രപ്രതാപ് സാർ. ഹലോ പ്രതാപേ, എടാ തെണ്ടി. വെറും 2 ലക്ഷം രൂപയുണ്ടായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് 12 ലക്ഷം രൂപയുണ്ടാക്കായിരുന്നു. അതെ സുലോചനെ, ഈ സിമന്റ് ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം കിട്ടും. 2 ലക്ഷം പോലും. അടുക്കളയുടെ സീലിംഗ് ഇപ്പൊ ചോർന്നൊലിക്കുക. 1 കിലോ സിമന്റ് വാങ്ങിച്ച് അതൊന്ന് റിപ്പയർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോഴാ സിമന്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ പെങ്ങളോടൊന്ന് സംസാരിക്ക്, ഇല്ലെങ്കിൽ ആ ലോയർ നിങ്ങളുടെ ജാതകം തന്നെ തിരുത്തും. എന്തോ സംസാരിക്കാനാ? ആദ്യം ആ ലോയറിനെ ഒന്ന് കല്യാണം കഴിക്കാൻ പറ. അവളുടെ സ്വഭാവവും മര്യാദയൊക്കെ നമുക്കും അറിയുന്നതല്ലേ. ഇപ്പൊ ഇവളെ കെട്ടാവെന്ന് പറഞ്ഞ ഒരാൾ വന്നത് തന്നെ വലിയ ഭാഗ്യം. എന്നിട്ട് അതിനെന്തിനാ അവക്ക് ഇത്ര ജാട? ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരു കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് എത്ര കാലം ഇങ്ങനെ നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കും? ഒരു മകൾ ഉണ്ടാവുമ്പോ അതിന് എന്തായാലും ഒരു അച്ഛനും കൂടെ ഉണ്ടാവേണ്ടതല്ലേ. നാളെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് ആരെങ്കിലും വന്നാ ഇവൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത് അവിടെ പോയി മനസ്സിലാവുന്ന പോലെ പറഞ്ഞിട്ട് വാ. അവളാണെങ്കിൽ എന്നോട് മിണ്ടുകയില്ല, പിന്നെ ഞാൻ എന്ത് മനസ്സിലാക്കി കൊടുക്കാനാ? മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചിരുന്ന അധികം അഭിനയിക്കണ്ട. നീ ഇപ്പൊ കൊഞ്ചിച്ച് നീ ഒരുപാട് വഷളായിട്ടുണ്ട് ഇപ്പൊ. സീത, വഴക്കു പറയണ്ട മോളെ. ഇതിനെ അമ്മേ ഞാൻ കൊഞ്ചിച്ചു എന്ന് പറയുന്നത്. ഇനി അവൾ ആരുടെയും കൂടെ കളിക്കാൻ പോകണ്ട ഇവിടുന്ന്. സ്കൂള് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഹോംവർക്ക് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കണം അവള്. ഞാൻ വരുന്നവരെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കട്ടെ. പാവം, അവനെ എന്തൊരു അടി അവൾ അടിച്ചെന്നറിയോ? അവൻ ചെയ്തത് ശരിയാണോ? ഒരുപാട് ശബ്ദം എടുക്കണ്ട നീ. എല്ലാരോടും തർക്കുത്തരം പറഞ്ഞ് വികൃതി ആവുകയാണോ നീ? മുത്തശ്ശി, ഞാൻ വികൃതി കുട്ടിയാണോ? ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്ക് ചെയ്ത് കളിക്കാൻ പോയതല്ലേ. ഇനി അത് വേണ്ട, ഇവിടെ ഇരിക്കെ. അമ്മേ, അവളെ കൊഞ്ചിക്കണ്ട. ഞാൻ ഇനി ഒരിക്കലും അടി കൂടില്ല. കളിക്കാൻ എന്തായാലും പോ. ഒന്നും വേണ്ട.
മാഷേ. നാളെ മുതൽ നിന്നെ വിടില്ല. ആ ശ്രേയസ് അങ്ങനെ ചെയ്തിട്ടല്ലേ? സിഹി പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നോ? ഞാൻ അവന്റെ അടുത്ത് റൂൾസ് ഒക്കെ പറഞ്ഞതാ, പക്ഷേ അവൻ എന്റെ വീട് തന്നെ വേണോന്ന്. മുത്തശ്ശനെയും മുത്തശ്ശിയും കൂട്ടി കിട്ടിയപ്പോ നിന്റെ വർത്താനം വീണ്ടും കൂടിയല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, വീട്ടിലേക്ക് വാ. നാളെ ഞാൻ പോയിക്കോട്ടെ? വേണ്ട പ്ലീസ് സീതമ്മ, നാളെ തൊട്ട് ഞാൻ ഒരടി ഉണ്ടാക്കില്ല, പ്ലീസ്. നാളത്തെ വിഷയം നാളെ. ഇപ്പൊ വീട്ടിലേക്ക് പോവാ. കണ്ടോ, വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഇവിടെ. സീത, അവളോട് ദേഷ്യപ്പെടല്ലേ. അവൾക്ക് ഇപ്പൊ ഇച്ചിരി വാശി കൂടുതലമ്മേ, അതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ. മക്കളെ അങ്ങനെയല്ലേ മോളെ? ശരി അച്ഛാ, പോയിട്ട് വരാം. സീത, അതേ വിഷയം വീണ്ടും പറയാ. ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. വയസ്സായ പിന്നെ എവിടെയാണെങ്കിലും എന്താ. പക്ഷേ മോളിനി ലോകം കണ്ടിട്ടില്ല. അവളുടെ ലോകം എന്നാ ഇത് തന്നെയാ. നീ വീടൊഴിഞ്ഞു കൊടുക്കണത് നിനക്ക് വലിയ ബുദ്ധിമുട്ടാകും മോളെ. ഞങ്ങളുടെ വീട് കൊടുക്കുന്നതില് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മോളെ. അച്ഛാ, ആ കാര്യമാണെങ്കിൽ എന്നോടൊന്നും പറയണ്ടേനി. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സീത? അതിനെക്കുറിച്ച് സംസാരിക്കണ്ട അമ്മേ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലേ. ആ ലോയറെ ഹെൽപ്പ് ചെയ്തോളും. എന്നാലും ചെലവ് കുറെ ഉണ്ടാവില്ലേ മോളെ? ലോയർ ഫീസ്, വണ്ടി ചെലവ്, അങ്ങനെ എന്തൊക്കെയാ നമുക്കറിയാൻ പാടില്ലാത്തത്. നീ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും നിന്റെ ചേട്ടനൊന്ന് ചോദിക്കാൻ പോലും വന്നില്ലല്ലോ. ഇതൊക്കെ സംഭവിച്ചതും അവൻ കാരണല്ലേ. നീ പോയി ഇപ്പൊ തന്നെ അവനോട് ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറ. അതെല്ലാം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ അമ്മ ഇങ്ങനെ കഴിയുന്നത്? ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്നല്ലേ പറയാറ്. എന്റെ കൂടെ എന്റെ രാമനുണ്ട്.